ദൈവത്തിന് മഹത്വം. ഹൃദയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. ജഡാഭിലാഷം മൂലം ശിംശോൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് നാം കണ്ടു. ആ വീഴ്ച ഘട്ടം ഘട്ടമായിട്ടായിരുന്നു എന്നും കണ്ടു. തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അനുദപിക്കുന്നതിന് ശിംശോൻ ശ്രമിച്ചില്ല. മറിച്ച് പാപജീവിതത്തിൽ രസിച്ച് അതിൽ ജീവിക്കുകയാണ് ചെയ്തത്. തൻ്റെ സ്വേച്ഛയും അഹങ്കാരവും ദുശാഠ്യവും ഇണങ്ങാത്ത പ്രകൃതവും തന്നെ അനുതാപമില്ലാത്ത ഒരു ഹൃദയത്തിന് ഉടമയാക്കി തീർത്തു. തൻ്റെ കഴിവുകളെക്കുറിച്ച് അവൻ അമിത വിശ്വാസമുണ്ടായിരുന്നു. ഫിലിസ്ത്യരെ വിഡ്ഢികളാക്കുവാൻ ആ കഴിവുകൾ ഉപയോഗിച്ചു. അവർ ചതിപ്രയോഗത്തിലൂടെ പകരം വീട്ടുകയും ചെയ്തു. താഴ്മയില്ലാത്ത അവൻ്റെ പ്രകൃതം അനുതാപത്തിന് തടസ്സം നിന്നു. അനുതപിച്ച് യഥാസ്ഥാനപ്പെട്ട് വരുന്നതിന് പകരം അവൻ ഫിലിസ്ത്യ പാളയത്തിൽ കൂടെ എത്തുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ അടുത്ത പ്രശ്നത്തിൽ അകപ്പെടുന്നു. പ്രാണരക്ഷാർത്ഥം ഗുഹയിൽ ഒളിച്ച തന്നെ സ്വജനം പിടിച്ചു കെട്ടി ഫിലിസ്ത്യരെ ഏൽപ്പിക്കുന്നു. ദൈവാത്മശക്തിയാൽ അവരുടെ കെട്ടുപൊട്ടിച്ച് ഒരു കഴുതയുടെ പച്ചത്താടിയിലുകൊണ്ട് 1000 ഫിലിസ്ത്യരെ കൊല്ലുന്നു. വീണ്ടും ശിംശോൻ നാസീർ വ്രതം ലംഘിക്കുന്നു. പച്ചത്താടിയിലിൽ രക്തവും പച്ചമാംസവും കണ്ടേക്കാം. അത് കൈകൊണ്ട് തൊടുന്നത് നാസീർ വ്രത ലംഘനമാണ്. ഇവിടെ ലഭിച്ച വിജയത്തിൽ ശിംശോൻ അഹങ്കരിക്കുന്നു. ദൈവാത്മശക്തിയാൽ ലഭിച്ച വിജയം തൻ്റെ കഴിവുകൊണ്ട് നേടിയതാണെന്ന് തൻ്റെ നിഗളഹൃദയം ചിന്തിക്കുന്നു. താൻ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതാണെന്നും ദൈവം ആണ് തന്നെ രക്ഷിച്ചതെന്നുമുള്ള വസ്തുത പാടെ മറക്കുന്നു. താൻ തന്നിൽ തന്നെ മതിമറന്ന് ആഹ്ലാദിക്കുന്ന ഹൃദയം അവനിലെ കവിയെ ഉണർത്തുകയും ഒരു കവിത പുറത്തു വരികയും ചെയ്യുന്നു. കഴുതയുടെ താടിയില്ലുകൊണ്ട് കുന്നൊന്നേ കുന്ന് രണ്ട്, കഴുതയുടെ താടിയില്ലുകൊണ്ട് 1000 പേരെ ഞാൻ സംഹരിച്ചു. ഒന്നാമത്തെയും മൂന്നാമത്തെയും വരികൾ ആവർത്തിക്കുന്നു. രണ്ടാമത്തെ വരിയുടെ വിശദീകരണം 4ാമത്തെ വരിയിൽ കാണുന്നു. മനോഹരമായ കവിതാ ശൈലിയുടെ പ്രാസവും താളവും ലയവും ശിംശോൻ്റെ കവിതയ്ക്കുണ്ട്. യഥാർത്ഥത്തിൽ ശിംശോൻ ഒരു സർവകലാവല്ലഭനായിരുന്നു. ചെറുപ്പം, ആരോഗ്യം, അമാനുഷിക ദൈവശക്തി, ബുദ്ധിശാലി, ഇങ്ങനെ എല്ലാ കഴിവുകളും ഒത്തുചേർന്ന ഒരു വ്യക്തിത്വം. എന്നാൽ ഇതിൻ്റെ മധ്യത്തിലും തനിക്ക് വീഴ്ച സംഭവിക്കുന്നു. ദൈവം കൊടുത്ത വിജയത്തിൽ സ്വയം അഹങ്കരിക്കുന്നു. സ്വയം മഹത്വീകരിച്ച് കവിത ചമയ്ക്കുന്നു. ശിംശോൻ്റെ വീഴ്ചയുടെ അടുത്ത പടിയാണിത്. ന്യായാധിപന്മാർ 15:18 അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിലും താഴ്മയില്ലാത്ത ശിംശോൻ്റെ വായിൽ നിന്നുള്ള ആത്മാർത്ഥതയില്ലാത്ത വാക്കുകളായിരുന്നു അവ എന്ന് അടുത്ത വാചകം സൂചിപ്പിക്കുന്നു. താൻ ദാഹം കൊണ്ട് മരിക്കുന്നു. അതിനുത്തരവാദി ദൈവമാണെന്ന് കുറ്റാരോപണം നടത്തുന്നു. തനിക്ക് വിജയം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. ഇങ്ങനെ ഒരു വിജയം തന്ന ദൈവം താൻ ദാഹം കൊണ്ട് മരിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല? അനുതാപം എന്ന വാക്ക് ശിംശോൻ്റെ നിഘണ്ടുവിലില്ല. തൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കുക, അല്ലാത്തപ്പോൾ തന്നിഷ്ടപ്രകാരം ജീവിക്കുക. ഇതായിരുന്നു തൻ്റെ രീതി. സങ്കീർത്തനം 51:17 തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. താഴ്മയുള്ളവരെ ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം. രാജാക്കന്മാരുടെ ചരിത്രം നോക്കിയാൽ നിഗളികളെ ദൈവം ശിക്ഷിച്ചതായും അനുദപിച്ച് മടങ്ങി വന്നവരെ സ്വീകരിച്ചതായും കാണും. ശിംശോൻ്റെ വീഴ്ച പടിപടിയായിട്ടായിരുന്നു എന്ന് നാം കണ്ടു. ജഡാഭിലാഷത്തിന് അടിമപ്പെട്ട ശിംശോൻ തൻ്റെ ജഡത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി വേശ്യയുടെ അടുക്കൽ പോകുന്നു. ഇതവനെ അപകടത്തിലാക്കുന്നു. ധാർമ്മിക അധപതനത്തിൻ്റെ അടുത്ത പടി. അനുദപിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തി. ദലീല എന്ന ഫിലിസ്ത്യ യുവതിയുമായി ബന്ധം സ്ഥാപിക്കുന്നു. അവിടെ താൻ വഞ്ചിക്കപ്പെടുന്നു. ഈ ബന്ധം തൻ്റെ അവസാനത്തിന് കാരണമാകുന്നു. ശിംശോൻ അനുദപിച്ച് മടങ്ങി വന്നിരുന്നുവെങ്കിൽ
ഇസ്രായേലിൻ്റെ ചരിത്രം വ്യത്യസ്തമായിരുന്നേനെ. ശിംശോൻ്റെ ജീവിതം നമുക്ക് തരുന്ന മുന്നറിയിപ്പാണ്. തെറ്റുകൾ സംഭവിച്ചാൽ അനുദപിച്ച് മടങ്ങി വരിക. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. സദൃശവാക്യം 28-13. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തെറ്റും ശരിയും തിരഞ്ഞെടുക്കുവാൻ ദൈവം ശിംശോനെ അനുവദിച്ചു. ആ അനുവാദം താൻ ദുർവിനിയോഗം ചെയ്തു. അനുദപിച്ചില്ല എന്ന് മാത്രമല്ല, തെറ്റിൽ നിന്ന് തെറ്റിലേക്കും വീഴ്ചയിൽ നിന്ന് വീഴ്ചയിലേക്കും പതിക്കുന്നു. ശിംശോൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.